നമസ്തേ. ജനം ഡിബേറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ നവവത്സരാശംസകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ മുന്തിരി വാറ്റിയതും കേക്കും കണ്ടപ്പോൾ മെത്രാന്മാർക്ക് രോമാഞ്ചമുണ്ടായെന്നും അവർ മണിപ്പൂർ മറന്നെന്നും മന്ത്രി സജി ചെറിയാൻ. ഭരണഘടന കുന്തവും കുടച്ചക്രവും കൊള്ളക്കാരുടെ പുസ്തകവുമാണെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചതിന് മന്ത്രിപ്പണി പോയ സജി ചെറിയാൻ അനുചിത പ്രസ്താവനകളുമായി മുന്നോട്ടു പോവുകയാണ്. മെത്രാന്മാർ പ്രധാനമന്ത്രിയെ കണ്ടാൽ സജി എന്തിനാ കലി തുള്ളുന്നത്? അദ്ദേഹത്തിന് എന്തിനാ ഈ ചൊറിച്ചിൽ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. സജിക്ക് സഭയോട് കലിപ്പോ? കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇടതുമുന്നണിയുടെ പ്രതിനിധിയും RSP നേതാവുമായ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, കാസയുടെ സാരഥി കെവിൻ പീറ്റർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രേക്ഷകരെ, ശ്രീ കെവിൻ പീറ്റർ, മെത്രാന്മാരും അതുപോലെ സഭാ മേലധ്യക്ഷന്മാരും എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ? ഈ സജി ചെറിയാൻ എന്താ ഇതിൽ കാര്യം? അദ്ദേഹം അരമനകളുടെയൊക്കെ തിണ്ണ നിരങ്ങുന്ന ഒരു നേതാവല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സഭയോട് കലിപ്പ് ഉണ്ടായിരിക്കുന്നത്? എന്തായിരിക്കും കാരണം, കെവിൻ പീറ്റർ? ശരിക്കും സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് മറ്റൊന്നും പറയാനില്ല, മണിപ്പൂർ പറഞ്ഞുകൊണ്ട് മുതലെടുക്കാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അത് വേണ്ട പോലെ വലിച്ചില്ല എന്നുള്ളത് മാത്രമാണ് സജി ചെറിയാന്റെ പിന്നിലുള്ള വിഷയം. കാരണം മറ്റൊരു വിഷയത്തിലും അവർക്ക് വേറൊന്നും തന്നെ പറയാനില്ല. ഇപ്പോൾ രണ്ട് കൂട്ടരുടെയും, പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അടിത്തറ ഇളകുന്ന രീതിയിൽ ചലനങ്ങൾ ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിൽ നിന്നാണ് അവർ ആകെ വിളറി പിടിച്ചിരിക്കുക. അവരതിന് കണ്ട ഒരു കാര്യമാണ്, ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഭയപ്പെടുത്തി പിന്മാറാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ സാംസ്കാരിക വകുപ്പിന് തന്നെ അപമാനമാറിയ, സംസ്കാരമില്ലാത്ത ഒരു മന്ത്രി ഇത്തരത്തിലെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, നവകേരള സദസ്സിൽ ആരെങ്കിലും മാസപ്പടി വിവാദം ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ പറയുമോ? അതിന് പറ്റിയൊരു വേദിയാണോ? അത്തരത്തിലൊരു വിഷയം അവതരിപ്പിക്കേണ്ട സ്ഥലമാണോ നവകേരള സദസ്സ്? അല്ലല്ലോ. അപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു സമുദായത്തിന്റെ ഒരു ആഘോഷത്തിൽ അവരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേകമായി ഓരോരുത്തരെയും ക്ഷണിക്കുകയും അവരെ വിളിച്ചു വരുത്തി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുകയും വിരുന്ന് നൽകുകയും ചെയ്തതിൽ എന്താണ് ഇവർക്ക് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവാൻ കാരണം? ഇവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാറില്ലേ? അവിടെ ഇല്ലാത്ത എന്താണ് വ്യത്യാസമാണ് ഇവിടെയുള്ളത്? ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചിരിക്കുന്നത്, അല്ല ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ ഒരു മതസംഘടനയുടെയോ മേൽദേശനല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതിനെ എല്ലാവിധ ആദരവോടും കൂടിയാണ് ക്ഷണം സ്വീകരിച്ച് ഓരോ വ്യക്തിയും അതിൽ പങ്കെടുത്തത്. ക്രിസ്ത്യൻ സമുദായം തന്നെ അത് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആ ക്ഷണത്തെയും ആ വിരുന്നിനെയും ആ ആഘോഷത്തെയും കണ്ടത്. ഇവിടെ മണിപ്പൂർ പറഞ്ഞുകൊണ്ട് മുതലെടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കാരണം മണിപ്പൂരിന് തന്നെ മറുപടി തൊട്ടടുത്ത സംസ്ഥാനത്തിലെ ക്രിസ്ത്യാനികൾ കൊടുത്തു കഴിയും. മിസോറാം എന്ന് പറയുന്നത് 84.7% ക്രിസ്ത്യാനികളുള്ള, അത് ശരിക്കും വളരെ വിശ്വാസത്തോട് അടുത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂരിന്റെ തൊട്ടടുത്തുള്ള മിസോറാം. കാരണം അവിടെ കഴിഞ്ഞ മാസം എല്ലാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനത്തും ഞായറാഴ്ച വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മാത്രം അവർ പറഞ്ഞു, ഞായറാഴ്ച പറ്റില്ല, ഞങ്ങൾക്ക് തിങ്കളാഴ്ച മതി, ഞങ്ങൾക്ക് ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടതാണ്, ഞങ്ങളുടെ വിശുദ്ധ ദിവസമാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. സർക്കാർ അതിനെ അംഗീകരിച്ചു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം അവർക്ക് വിശ്വാസത്തോടുള്ള അവരുടെ തീക്ഷ്ണതയെന്നും. അപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്ത് മിസോറാമിൽ മണിപ്പൂരിൽ നടന്ന എന്തെന്ന് മിസോറാമിലെ ക്രിസ്ത്യാനികൾ മനസ്സിലാകാഞ്ഞിട്ടാണോ അവരവിടെ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 2 സീറ്റാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇക്കുറി 1 സീറ്റ് മാത്രമേ അവിടെ നേടാനായുള്ളൂ. പിന്നെ നമ്മുടെ കനൽ ഒരു തരി എന്ന് പറയാനായിട്ട് പറയുക വേണ്ട ആവശ്യമില്ല, അവിടെ കനലേ ഇല്ല, ഒരു തരി പോലും ഇല്ല. അവർക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ വീണ്ടും പഴയതുപോലെ പൊട്ടന്മാരാക്കി ഒരു അടിമ വോട്ട് ബാങ്ക് ആക്കി ഇട്ടുകൊണ്ട്
ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം അരമനകളുടെ തിണ്ണനിറങ്ങി അവരെ വേണ്ട വിധം കയ്യിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുകയും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണേലും ചവിട്ടി അരയ്ക്കാം എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് സജി ചെറിയാനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ അതിന്റെ വിപരീത ഫലമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അദ്ദേഹം കരുതിയിരിക്കുക ഇത്തരത്തിൽ ഭീഷണിയൊക്കെപ്പെടുത്തി നാണം കെടുത്തുകയൊക്കെ ചെയ്താൽ ഇതിൽ നിന്ന് പിന്മാറുമെന്നായിരിക്കും അദ്ദേഹം കരുതിയിരിക്കുക. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു പുനർചിന്തനത്തിലുള്ള ഒരു അവസരം കൂടിയാണ്. അത് ക്രിസ്ത്യാനി സമുദായത്തിന് മാത്രമല്ല, ഇത്തരം രാഷ്ട്രീയക്കാരുടെ തിണ്ടനിറങ്ങാൻ പോകുന്ന മതമേലധ്യക്ഷന്മാർക്കുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. നിമിഷജീവികളൊന്നും മുന്തിരി വാറ്റി കുടിച്ച് മത്ത് പിടിച്ചവരെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ഇത്തരം രാഷ്ട്രീയക്കാരുടെ വേദികളിൽ പോയിട്ട് അവർ മാർപ്പാപ്പയാകേണ്ടതായിരുന്നു, കർദിനാളാകേണ്ടതായിരുന്നു എന്നൊക്കെ വെച്ച് കാച്ചുമ്പോൾ കയ്യടി ലഭിക്കുമായിരിക്കും. പക്ഷെ പഴയതുപോലെ അതിനനുസരിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലെ സാധാരണക്കാരായ വിശ്വാസികൾ പ്രതികരിക്കുമെന്ന് ആരും തന്നെ കരുതേണ്ട. അതുകൊണ്ട് തന്നെ ഇത് വിപരീതമായ ഒരു ഫലമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അഡ്വക്കേറ്റ് ഇയാസ്, മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ, അവർ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മാന്യമായി പെരുമാറണം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് നമ്മൾ മാന്യതയൊന്നും പ്രതീക്ഷിക്കേണ്ട. നേരത്തെ ഇതേപോലെ ഭരണഘടനയെ വിമർശിച്ചതിന്, വളരെ മോശമായി ചിത്രീകരിച്ചതിന് മന്ത്രിപ്പണി തന്നെ പോയതാണ് സജി ചെറിയാൻ്റേത്. പക്ഷേ എന്നിട്ടും അദ്ദേഹം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ കയ്യടി നേടാനുള്ള ഒരു പരാമർശമായിരിക്കും. പക്ഷേ പ്രധാന മന്ത്രി വിളിക്കുന്ന ഒരു ചടങ്ങ്, അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്ന് വിളിക്കുന്നു, എല്ലാ ആളുകളും രാഷ്ട്രീയം മറന്ന്, കക്ഷി രാഷ്ട്രീയം മറന്ന് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ രാഷ്ട്രീയം കാണുക, രാഷ്ട്രീയം കളിക്കുക എന്നൊരു സമീപനം, അത് ആശാസ്യമാണോ? ഒരിക്കലുമില്ല. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും, അത് സംസ്ഥാന മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും, അവർ വിളിക്കുന്ന യോഗങ്ങളിൽ പോകുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയാണ്, മര്യാദയാണ്. അതിൻ്റെ അർത്ഥം ആ പോകുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ട്, അവരുടെ എടുക്കുന്ന എല്ലാ നിലപാടുകളും ശരിയാണെന്ന് വെക്കുന്നു എന്നല്ല. ഒരു സ്ഥാനമാണ്, പ്രധാനമന്ത്രി സ്ഥാനമാണ്. അത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ക്ഷണം സ്വീകരിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുഴുവനും പ്രമാണികളെ വിളിച്ചല്ലോ. ഏറ്റവും വലിയ വന്ന പ്രമാണികളെല്ലാം മുഖ്യമന്ത്രിയുടെ എല്ലാ നിലപാടുകളും ശരിവെക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്കെല്ലാം മുഖ്യമന്ത്രിയോട് നല്ല അഭിപ്രായമാണെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ. പിന്നെ ഓരോരോ മന്ത്രിസഭയ്ക്കും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്, ഓരോ മുഖ്യമന്ത്രിക്കും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് ആളുകളെയാണ് മന്ത്രിമാരായി വെക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിലും ഒരു എം എം മണി ഉണ്ടായിരുന്നു. തോന്നുന്നത് കുറേക്ക് പാട്ട് ഇതായിരുന്നു. എം എം മണി പറഞ്ഞത് എല്ലാവർക്കും പറയാണ്, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതകളെ കുത്തിക്കൊന്നും വെടിവെച്ചൊന്നും വെട്ടിക്കൊന്നും എന്നൊക്കെ പറഞ്ഞ ഒരു എം എം മണിയെ നമ്മൾ കണ്ടതാണ്. എം എം മണിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ സജി ചെറിയാൻ. ഒരു തവണയല്ല, ഒരുപാട് തവണയായി. അദ്ദേഹം ഇന്നലെ പറഞ്ഞ സഭ്യതരമല്ലാത്ത ഒരു ക്രിസ്തീയ പുരോഹിതരെ പോലും വളരെ മോശമായി പ്രതികരിച്ച ആ പ്രതികരണം ശരിവെക്കുന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെയാണ് ഇത് പറയിപ്പിച്ചതെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്താണ് സജി ചെറിയാൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചെയ്തികൾ? അനിൽ നമ്പി പറഞ്ഞല്ലോ, ഭരണഘടനയെ കുന്തവും കുടച്ചക്രം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, സൗദി അറേബ്യയിൽ ഉള്ളവരെല്ലാം തീവ്രവാദികളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ സൗദിയിൽ ഞാൻ പോയപ്പോൾ എവിടെയും അവിടെ ബാങ്ക് മൈക്കിലൂടെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പുലമ്പിയവരാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പറയാം, നവകേരള യാത്രയിൽ പെൻഷന് വേണ്ടി ഈ ശബ്ദമുയർത്തിയ മറിയക്കുട്ടിക്ക് തുള്ളലാണെന്ന് പറഞ്ഞ ആ ഒരു സാധു ഒരു സ്ത്രീ, പ്രായമുള്ള ഒരു സ്ത്രീയെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കേട്ട് ആസ്വദിക്കുകയായിരുന്നു. കേരളിനെ കുറിച്ച് പറഞ്ഞത് നിൻ്റെയൊക്കെ അടുക്കളയിൽ വന്ന് മഞ്ഞക്കുറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ധിക്കാരത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. വിഴിഞ്ഞം യൂജിൻ പെരേര ഉൾപ്പെടെയുള്ള ആളുകളെ തീവ്രവാദിയായി സജി ചെറിയാനും അതുപോലെ ജലീലുമൊക്കെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ
മന്ത്രിയുടെയും നേതാക്കന്മാരുടെയും ഒക്കെ വാക്കുകൾ ശരിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രധാനമന്ത്രി വിളിച്ച ഒരു പരിപാടിയിൽ പോയത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് അവരുടെ തീരുമാനിക്കുന്നത്. അങ്ങനെ പോയതിനർത്ഥം അവിടെ മണിപ്പൂരിൽ ചെയ്ത 247 ദേവാലയങ്ങൾ തള്ളിപ്പൊളിച്ചപ്പോൾ അവിടെ മിണ്ടാതിരുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരായി അത് ശരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 300 രൂപയോ 250 രൂപയോ ഒക്കെ ആക്കാമെന്ന് പറഞ്ഞ് റബ്ബറിന് മുന്നോട്ട് കൊണ്ടുപോയത് 300ഉം 250ഉം ആക്കി എന്നതല്ല പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പരിപാടിയിൽ അവർ പോയതിൻ്റെ അർത്ഥം. അത് ആ ഒരു തീരുമാനം ഇന്ത്യയിലെ ക്രിസ്ത്യൻ മേഖലയിൽ, അത് പ്രത്യേകിച്ച് മണിപ്പൂരിൽ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിലടക്കം അവിടെ ഒരു സ്വകാര്യ സ്കൂളുകളിൽ പോലും, ക്രൈസ്തവ സ്കൂളുകളിൽ പോലും അവിടെ ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷം, ആ ആഘോഷത്തിന് പോലും കടക്കൽ കത്തിവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ DOമാർ ഉള്ള സ്ഥലത്ത് അതിനൊക്കെ അർത്ഥം BJPക്ക് അനുകൂലമായി എന്നുള്ളതല്ല. എനിക്കിവിടെ സജി ചെറിയാൻ്റെ വാക്കുകൾ, അനിൽ നമ്പ്യാർ പറഞ്ഞത് 100% ശരിയാണ്. ആ വാക്ക് കേരളീയ സമൂഹത്തിൽ അവമതിക്കേണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അത് തിരുത്തേണ്ടതാണ്. മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ആളുകളെ ഇവിടെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല, ഗവൺമെൻറ് നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും CPMന്റെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനും തയ്യാറാവണം. അവർ രണ്ടും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ക്രിസ്തീയ സമുദായത്തെ ഒറ്റതിരിഞ്ഞ്, മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ആക്രമിക്കുകയും ഇഷ്ടമുള്ളപ്പോഴൊക്കെ രാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് അവരെ കാണാൻ പോവുകയും ചെയ്യുന്നത് രാഷ്ട്രീയമല്ല. അത് 4 വോട്ടിന് വേണ്ടി എന്ത് നിലപാടുമെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന നിലപാടാണ്. ഇത് തന്നെയാണ് എനിക്ക് BJPയെ കുറിച്ചും പറയാനുള്ളത്. BJP 7 മാസക്കാലം മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പം എന്ത് ചെയ്തു? അവിടുത്തെ ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും നോക്കുകുത്തി, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ഭരിക്കാൻ കഴിയാത്ത ഗവൺമെൻറ്റാണെന്ന് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായപ്പോലും ആ ഗവൺമെൻറ്റിനെ സസ്പെൻഡ് ചെയ്ത് അവിടെ കേന്ദ്ര സേനയെ വിനിയോഗിച്ചു. കേന്ദ്ര ഭരണം മുന്നോക്കിക്കൊണ്ട് അവിടെ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഗവൺമെൻറ്റിനെ അങ്ങനെ അത് ചോദിച്ചില്ല, അത് പറഞ്ഞില്ല എന്ന് പറയും. കേരളത്തിലെ ഞാനൊരു കാര്യം പറയാം. ശൈലജ ടീച്ചർ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മുൻ മന്ത്രിയായിരുന്നില്ലേ? അദ്ദേഹം MLA ആയ, ചെയർമാനായ, അധ്യക്ഷനായ യോഗത്തിൽ 2 മിനിറ്റ് കൂടുതൽ എടുത്തു എന്നതിൻ്റെ പേരിൽ അത് കേട്ട പഴി എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ പോലും ബള്ള് പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ അദ്ദേഹം വിളിക്കുന്ന പ്രഭാത ഭക്ഷണത്തിൽ ഒരാൾ അങ്ങയുടെ മകൾ വാങ്ങിയ കോഴയുടെ കണക്ക് ചോദിച്ചാൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? അവിടെ ഒരു നാട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ കോട്ടയത്തെ MP എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്? അങ്ങനെയുള്ള മുഖ്യമന്ത്രിയും അങ്ങനെയുള്ള CPMുമാണ് ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ ഈ ക്രിസ്തീയ ബിഷപ്പുമാർ അത് മുഖ്യമന്ത്രിയോട്, പ്രധാനമന്ത്രിയോട് അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു, ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു. ഇതൊന്നും നമ്മളുടെ ഒരു മുറം വെച്ച് മറ്റുള്ളവരുടെ 2 മുറം ചൊറിയാൻ പോകണ്ട. എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. യെസ് അടുക്ക പലതേം എന്തായാലും സ്ലിപ്പ് ഓഫ് ദ ടങ്ക് അല്ല. ഇവിടെ ഒരു പക്ഷേ സജി ചെറിയാൻ ഉദ്ദേശിച്ചത്, അതായത് ഈ മണിപ്പൂർ വിഷയം ഒന്നുകൂടി ഈ ക്രിസ്ത്യൻ മനസ്സുകളിൽ അതൊന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് കത്തിക്കുക, ആളി കത്തിക്കുക. മറ്റേത് ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയോട് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് കൂടുതൽ അടുക്കുന്നതിലെ ആശങ്കയായിരിക്കാം ഒരുപക്ഷെ ഇത്തരമൊരു പരാമർശത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വളരെ കൃത്യമായി ആലോചിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ നേരത്തെ കെവിൻ പീറ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് നേടിത്തരുമെന്ന് കരുതുന്നുണ്ടോ? പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വിളിക്കുന്ന ഒരു വിരുന്നിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോ മതമേലധ്യക്ഷന്മാരോ ഒന്നും പോകുന്നതിലൊന്നും യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർ പോയതല്ല പ്രശ്നം. ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഇതേ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർ, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനം കേരളം, 62 ലക്ഷമാണ്. ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സംസ്ഥാനങ്ങൾ വേറെയാണ്, നാഗാലാൻഡും മിസോറാം മേഘാലയൊക്കെ. മണിപ്പൂരിൽ 42% ഉള്ളൂ, മെജോറിറ്റി അല്ല. അപ്പൊ ഇവിടെ ഇതേ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാര് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട്
നിരവധി സഭകൾ, ക്രിസ്ത്യൻ സഭകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ളത് ഒരു സഭയല്ല, നിരവധി സഭകൾ. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. മാർത്തോമ, ജാക്കോബ, ഓർത്തഡോക്സ് എന്ന് പറയും പല നിരവധി സഭകളുണ്ട്. ലാറ്റിനുണ്ട്, റോമൻ കത്തോലിക്കരുണ്ട്. ഈ സഭകളെല്ലാം തന്നെ കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയും മെയ് മാസം 3-ാം തീയതി തുടങ്ങി മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെക്കുറിച്ചൊരു വാചകം പോലും പറയാതിരിക്കുകയും കേരളത്തിൽ നിന്ന് മണിപ്പൂർ സന്ദർശിക്കാൻ പോയവർക്ക് ആർക്കും മണിപ്പൂരിലെ കലാപാത പ്രദേശങ്ങളിലേക്ക് ഒരാളിനും പോലും കയറ്റിവിടാതിരിക്കുകയും ചെയ്തപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്തി പിണങ്ങി നിന്നതാണ് കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ക്രിസ്ത്യൻസ്. ആ ക്രിസ്ത്യൻസ് അവൾ പിണങ്ങി നിൽക്കാൻ തുടങ്ങി ഇന്നും ഇന്നലെയൊന്നുമല്ല. ഗ്രഹാം സ്റ്റെയിൻസിനെ അദ്ദേഹത്തിന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഉറക്കത്തിലിട്ട് ചുട്ടുകരിച്ചു വന്ന നാൾ മുതൽ തന്നെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, അത് കേരളത്തിലാണ് കുറെ സുരക്ഷിതത്വമുള്ളത്. കാരണം കേരളത്തിൽ അവർ വളരെ ശക്തവുമാണ്, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ മുന്നിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് ഹിന്ദി മേഖലകളിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെടും. ഇതിന് പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരവധി പ്രാവശ്യം കേന്ദ്ര തലത്തിലും മറ്റു കാര്യത്തിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നാളിതുവരെ യാതൊരു വിധമായ പരിഹാരവും ഉണ്ടായിട്ടില്ല. 249 പള്ളികളാണെന്ന് തോന്നുന്നു അവിടെ കത്തിച്ചു കളഞ്ഞത്, ക്രിസ്ത്യൻ പള്ളികൾ. അപ്പൊ അവിടുത്തെ 42% അവിടുത്തെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്തോ ആയിക്കോട്ടെ. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാതിരിക്കുകയും അവർ എതിർക്കുന്ന രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം ഒരു സഭയാണ്. ക്രിസ്ത്യൻ സഭ എന്ന് പറയുമ്പോൾ നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടാകാം, പക്ഷെ ഒരു സഭയാണ്. ആ ക്രിസ്ത്യൻ സഭയുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ കേൾക്കാതെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് വേട്ടയാടപ്പെടുമ്പോൾ അവർക്ക് നീതി ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ആ ഭരണത്തലവനെ ചെന്ന് കണ്ടതിലുള്ള എതിർപ്പാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സംരക്ഷണം ലഭിക്കണം, ജനാധിപത്യപരമായ രീതിയിൽ അവർക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. അവർക്കത് കേരളം ഒഴിച്ചുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരിപൂർണമായിട്ട് ക്രിസ്ത്യാനികൾ അങ്ങേയറ്റമായിട്ട് ദ്രോഹിക്കപ്പെടുന്നു. അവരെ കുടുംബത്തോടെ ഇല്ലായ്മ ചെയ്യുന്നതും പള്ളികൾ തകർക്കുന്നു. അത് ഒരു സ്ഥലത്തല്ല, മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഈ സംഭവം നടക്കുന്നു. അതിനെതിരെ അവർ പല പ്രാവശ്യം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മറ്റുള്ളവർ കേന്ദ്ര നേതൃത്വത്തിനും എല്ലാം ക്രിസ്ത്യൻ സഭകൾക്ക് സംരക്ഷണം ഉണ്ടാകണം, ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ അവർക്ക് യാതൊരു വിധമായ സംരക്ഷണവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതേ പ്രധാനമന്ത്രി തന്നെ RSSന്റെ മുഖ്യധാരയിൽ വിശ്വസിക്കുന്ന RSS നട്ടല്ലായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്ന ഒരു മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പോയതിലുള്ള തെറ്റാണ് സജി ചെറിയാൻ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ ഭാഷ ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു മന്ത്രി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റാണത്. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ക്രിസ്തീയ സഭകൾ ഒരു ലക്ഷ്യവുമായിട്ട് നിർത്തി ആ ലക്ഷ്യം നേടാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം അതിന് കാരണക്കാരനായ വ്യക്തി അതിന് വ്യക്തിപരമായിട്ട് ഞാൻ പറയാൻ കാരണം ഈ മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീ TM നേസ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിലോ എന്തായാലും സംസാരിക്കുന്നതിന് എന്തിനും മണിപ്പൂരിൽ നിന്ന് പോകുന്നതിനും മറ്റ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനും മാസങ്ങളോളം എടുത്തു അദ്ദേഹം. സുപ്രീം കോടതി വരെ ഇടപെട്ടു ആ കേസിൽ. എന്താ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലേ എന്ന് അവസാനം സുപ്രീം കോടതി ചോദിച്ചു. അത് ആക്രമികൾ പോലീസിന്റെ ആയുധങ്ങൾ തന്നെ തട്ടിയെടുത്താണ് നിരപരാധിനെ കൊന്ന്. ഇപ്പൊ നമ്മൾ കണ്ടതാണ് നിരവധി പേരെ ഒരുമിച്ച് നിരവധി ജനം വിട്ടുകൊടുത്ത് ഒരുമിച്ച് കൂട്ടായ സംസ്കരണമൊക്കെ നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം അതൊരു വർഗീയ സംഘർഷമാണെന്ന് ചിത്രീകരിക്കാനായിരുന്നു നിങ്ങളുടെയൊക്കെ ശ്രമം. അല്ല, വർഗീയ സംഘർഷം അല്ലെങ്കിൽ 249 ക്രിസ്ത്യൻ പള്ളികൾ മാത്രം ശ്രമം അതായിരുന്നു. പക്ഷേ അവിടെയുള്ള ബിഷപ്പ് തന്നെ പറയേണ്ട, അവിടെയുള്ള CPMന്റെ നേതാവ് പോലും പറഞ്ഞു ഇത് അവിടെയുള്ള ഈ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്, അതിനെ വർഗീയ സംഘർഷമായി ചിത്രീകരിക്കരുത് എന്ന് അവർ തന്നെ പറഞ്ഞു. CPMന്റെ നേതാവ്. ഈ ഗോത്രവർഗങ്ങളാണെങ്കിൽ 249 ക്രിസ്ത്യൻ പള്ളികൾ മാത്രം എങ്ങനെ ചുറ്റും? അത് അവിടുത്തെ കണക്കാണത്. ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടാണ് 249 ക്രിസ്ത്യൻ പള്ളികൾ. അതൊക്കെ സംഭവിക്കും. പക്ഷേ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് അങ്ങനെ സംഭവിക്കാൻ പറ്റും. ഒരു ഭാഗത്തിന്റെ മാത്രം ആരാധനാലയങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫലപ്രദമായില്ല. അതെ, അപ്പൊ അതുപോലെ തന്നെ സജി ചെറിയാന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വിഭാഗം മൊത്തം അതിനെതിരാണ്. അതങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് യോജിപ്പൊന്നുമില്ല. ക്രിസ്ത്യൻ വിഭാഗം മൊത്തം ഇടതുപക്ഷത്തിനെതിരാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരാണ്, അവർ മൊത്തത്തിൽ അങ്ങ് BJP ചേർന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങളാരും അംഗീകരിക്കത്തൊന്നുമില്ല. ഒരു വിഭാഗം ചിലപ്പോൾ ക്രിസ്ത്യൻസും BJP പ്രവർത്തിക്കുന്നുണ്ട്.
ഉണ്ട്, മുസ്ലിങ്ങൾ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അല്ല, അല്ല അത് ഷെയ്ഖ് പറഞ്ഞില്ലല്ലോ എന്നിട്ട് അത്. പറഞ്ഞു അല്ല ക്രിസ്ത്യാനികൾ ആരും അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അല്ല, കീഴിൽ അണിനിരക്കുമെന്ന് ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ക്രിസ്ത്യൻസ് പരിപൂർണമായിട്ട് അത് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു പ്രസ്താവന വന്നു. ക്രിസ്ത്യൻസിനാവും നല്ലൊരു ശതമാനം ഉൾക്കൊള്ളുന്നവർ കാണും. ആ. എല്ലാവർക്കും പല അഭിപ്രായങ്ങളല്ലേ, എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. ഒരു സമുദായത്തിലും ഒരു വിഭാഗത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അല്ല, വൈദികർ എല്ലാവരും പോലും ബി ജെ പിയിൽ ചേരുന്നു. അതൊരു മാറ്റമല്ലേ അഡ്വക്കേറ്റ് ബലദേവ്? വൈദികർക്ക് ചേരാമല്ലോ. അതെ, മുസ്ലിം ചേരാം. നിങ്ങൾ എത്രയോ പേര് ചേർന്നിട്ടുണ്ട്. ആ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിന് അതിനകത്ത് കാര്യമൊന്നുമില്ലല്ലോ, അവർക്ക് ചേരാം. അതിനകത്ത് തർക്കമൊന്നുമില്ല. അവർക്ക് ക്രിസ്ത്യൻസിന് അതിനകത്ത് ചേരുന്നതിന് മുസ്ലിങ്ങളല്ലേ, ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, മുസ്ലിം MLA-മാരുണ്ടല്ലോ ബി ജെ പിയിൽ. അതിനകത്ത് തർക്കമൊന്നുമില്ല. മുസ്ലിം MLA-മാര്, ക്രിസ്ത്യൻ MLA-മാര്, മന്ത്രിമാര്, കേന്ദ്രത്തിൽ മന്ത്രിയുണ്ടല്ലോ, അതിനൊക്കെ ചേരാം. അതിനകത്തൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം. പക്ഷെ അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഭാഷ തെറ്റായി പോയെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്ന കേരളത്തിലെ ക്രിസ്തീയ സഭ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രു, അതിലേക്ക് ഞാൻ വരാം, എന്ന് അവർ പറയുന്ന ആ വിചാരധാരയിൽ നിൽക്കുന്ന ആ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിനുദ്ദേശിച്ച ഭാഷ ശരിയായില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും അവരുടെ പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ ഇന്ത്യയിൽ പലയിടത്തും നിൽക്കുന്നു. ആ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ആ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നിടത്തോളം കാലം അവരങ്ങനെ ഒരു വിരുന്നിന് പോകാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. മാഷേ, ഈ വിമർശനം, സജി ചെറിയാൻ്റെ വിമർശനം ശരിയാണ്, പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ശരിയല്ല എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, എന്റെ ചോദ്യം സച്ചിൻ ബലദേവേ, ഇത് പറയാൻ സജി ശങ്കർ ആരാ? സജി ചെറിയാൻ ആരാ? സജി ചെറിയാനെ പോലെ തന്നെ വിവരവും വിജ്ഞാനവും ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ അക്കാഡമിക യോഗ്യതയും ഉള്ളവരല്ലേ ഈ സഭയുടെ മേധാവിമാരൊക്കെ പറയുന്നത്? മതമല്ല പ്രശ്നമെന്നും ഞങ്ങളിൽ ഹൈന്ദവ രക്തമില്ല, മുസ്ലിം രക്തമില്ല, ക്രൈസ്തവ രക്തമില്ല എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം ഇവരെ ഉപദേശിക്കാൻ ആരാണ് സർ? എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പറയുന്ന മാതിരി ചില ചൊല്ലുകളുണ്ട്. ആ ചൊല്ലുകളെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ഈ പ്രവർത്തനം. ഈനാമ്പേശിക്ക് കൂട്ട് മരപ്പട്ടി. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിയുടെ നാക്ക് യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ സംസ്കാരം വെളിപ്പെടുത്തുന്നു. സച്ചിൻ, താങ്കളും പറഞ്ഞല്ലോ പോകാൻ പാടില്ലായിരുന്നു. ഇത് പറയാൻ താങ്കൾ ആരാണ് സർ? ഇന്ന് കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ചൈനയല്ല, ഇത് ഭാരതമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുമതിയില്ലാതെ ചൈനയിലെ ക്രിസ്തീയ സഭകൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇന്ന് വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറഞ്ഞ KCBC-യുടെയും യാക്കോബ സഭയുടെയും കത്തോലിക്ക മെത്രാൻ സഭയുടെയും പ്രതിനിധികളും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലും പറഞ്ഞ മാതിരി, എന്താണ് മിസ്റ്റർ ബലദേവ്, AKG സെന്ററിൽ പോയി അനുമതി എടുത്തിട്ട് വേണോ? CPM-ന്റെ ആഫീസിൽ പോയിട്ടോ ഇടതുപക്ഷത്തിന്റെ ആഫീസിൽ പോയിട്ടോ വേണോ ഇവർ അനുമതി തേടിയിട്ട് വേണോ ഇവർ ഇവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുന്നിടത്ത് പോകാൻ അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നിടത്തേക്ക് പോകാൻ ഞങ്ങളുടെ അനുമതി വേണമെന്ന് പറയാൻ നിങ്ങൾ ആരാണ് സർ? ഇതിനകത്തത് മാത്രമല്ല അനിൽ നമ്പ്യാർ, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഈ മനുഷ്യന്റെ സംസ്കാരത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കുന്തം, കൊടച്ചക്രം, മറ്റു പല പ്രസ്ഥാനങ്ങള് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള പ്രവർത്തനങ്ങള് എനിക്ക് തോന്നുന്നു MM മണിയുമായിട്ട് മത്സരിക്കുന്ന ഒരു ക്യാരക്ടർ ആവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവാം. അത് അദ്ദേഹത്തിന്റെ കാര്യം. ഇനിയിപ്പോ ബൽദേവിനെ പോലുള്ള ആളുകളുടെ ഈ ഒരു ആക്രോശത്തിന്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണ്? ഞാൻ 1-2 സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഗോവ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അതിനൊപ്പം നിന്നു. മണിപ്പൂര്, ഇപ്പൊ ഇവര് പറഞ്ഞ മണിപ്പൂര്, ആ മണിപ്പൂരിലെ കുക്കി, മെയ്തി വിഭാഗത്തിൽ, 2 വിഭാഗത്തിലും ക്രൈസ്തവരുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട നിരവധി പേരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാരും MP-മാരുമായിട്ട് വന്നു. ഇനി സച്ചിൻ ബലദേവ് അവിടെ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അവിടുത്തെ വസ്തുതകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് അറിവിന് വേണ്ടി പറയുന്നു. ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് സ്റ്റേഷ്യസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മണിപ്പൂർ ഇന്ന് നടക്കുന്നത് എന്താണ്? 1993 750 പേർ മരിച്ചു വീണപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട സർക്കാർ അവിടെ എടുത്ത നടപടികളെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് മതപരമല്ല, തികച്ചും ഗോത്രവർഗ കലാപമാണ്. 2 വിഭാഗത്തിലും പെട്ട ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. 2 വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്, 2 വിഭാഗത്തിലും മറ്റു വിഭാഗക്കാരുണ്ട്. പരസ്പരം ആക്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്കൊക്കെ എടുക്കുമ്പോൾ ബൽദേവെ കുറച്ച് ചരിത്രവും വർത്തമാനവും വാർത്തയും ഒക്കെ ഒന്ന് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ?
ഇനി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വന്നാൽ, ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ കാല അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് നൽകുന്നത്. അപ്പൊ കേരളത്തിൽ നമ്മുടെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടന്നു ബൽദേവ്. അവിടുത്തെ റിസൾട്ട് അല്ല പ്രധാനം. അതോടൊപ്പം ത്രിപുരയിലെ ബോക്സ നഗറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബൽദേവിന്റെ അറിവിലേക്ക് ഞാൻ പറയാം, 66% മുസ്ലിങ്ങളുള്ള തബ്ജൽ ഹുസൈനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച് അവിടെ സിറ്റിംഗ് സീറ്റാണ്. പിതാവ് മരണപ്പെട്ടു, മകനെ സ്ഥാനാർത്ഥിയാക്കി, 66% മുസ്ലിങ്ങളാണ്. നിങ്ങൾക്കറിയുമോ അവിടെ ഇടതുപക്ഷത്തിന് കിട്ടിയത് 3909 വോട്ടാണ്. അവിടെ ജയിച്ചത് 68,000-ൽ പരം വോട്ടുകളുമായിട്ട് BJP ആണ്. തീർന്നില്ല. ബോക്സ നഗറിന്റെ തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് കർണാടക തെരഞ്ഞെടുപ്പ്. ബാഗേപ്പള്ളി ഇടതുപക്ഷത്തിന് ശക്തിദുർഗമായിരുന്നു. ഡോക്ടർ അനിൽകുമാർ സിറ്റിംഗ് MLA, കിട്ടിയ വോട്ട് 19,000, ജയിച്ചത് BJP. കോലാർ ഗോൾഡ് ഫീൽഡ് സിറ്റിംഗ് MLAക്ക് കിട്ടിയത് 1008 വോട്ട്, നോട്ടയേക്കാൾ കുറവ്. അന്ന് UPയിലെ രാംപൂർ 19 തവണ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രം ജയിച്ചു പോകുന്ന ഒരു മണ്ഡലം. അവിടെ അവസാനം ജയിച്ചത് അസം ഖാൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുണ്ടല്ലോ. തന്റെ സ്വതസിദ്ധമായ ഈ സജി ചെറിയാനെ പോലെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി അദ്ദേഹത്തെ അയോഗ്യനാക്കി. 19 തവണയും ജയിച്ചിട്ടില്ല ആ മണ്ഡലത്തിൽ. 20ാമത്തെ തവണ ഇടതുപക്ഷവും ഒക്കെ പിന്തുണച്ചിട്ടും അവിടെ BJP ജയിച്ചു. ഞാൻ കണക്ക് നീട്ടി പറയുന്നില്ല. ഏറ്റവും അവസാനം 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഇടതുപക്ഷത്തിന് കിട്ടിയത് 4 സംസ്ഥാനങ്ങളിലും 1% താഴെ വോട്ട്. രാജസ്ഥാനിലെ സിറ്റിംഗ് സീറ്റുകൾ ദുംഗാർഡും ബാദ്രിയും 0.94% വോട്ടുമായിട്ട് അതിദയനീയമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തകർന്നപ്പോൾ ആകെ പ്രതീക്ഷ അർപ്പിക്കുന്ന അവശേഷിക്കുന്ന മണ്ണാണ് ഈ കൊച്ചു കേരളം. ഈ കൊച്ചു കേരളത്തിൽ വളരെ സമർത്ഥമായി സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിയും ചിലരെ പ്രീണിപ്പിച്ചും ഈ മുന്നണിക്കാർ കൈവശം വെച്ച് പോരുകയായിരുന്നു. ഇവിടെ അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമ്മോട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മണിപ്പൂരിൽ എന്ത് ചെയ്തു, ഇവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ ചോദിച്ചു. സർ, താങ്കളുടെ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വളരെ കൃത്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ഇവിടുത്തെ ക്രൈസ്തവരുടെ പിന്നോക്കാവത്തെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിശ്ചയിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ഞങ്ങളെ കുറിച്ച് ഇന്ന് വലിയ വാദോരാതെ ന്യൂനപക്ഷ പ്രേമവും ക്രൈസ്തവ പ്രേമമൊക്കെ പറയുന്ന ഇടതുപക്ഷ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാതെ പൂട്ടിവെച്ചതിന്റെ പുറകുള്ള വികാരം എന്താണെന്ന് അത് ചോദിക്കുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അവരുടെ ആനുകൂല്യങ്ങൾ ഒരു സമുദായത്തിന് 80% നീക്കി വെക്കുന്നതിന്റെ പുറകിലും തങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് കവർന്നു കൊടുക്കുന്നതും KT ജലീലിനെ പോലെയുള്ള മുൻ സിമി മന്ത്രിമാർ ആ വകുപ്പില് തീവ്രവാദികൾക്ക് കീഴടങ്ങുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സജി ചെറിയാന്റെയും നാവ് പൊങ്ങിയോ? ഹാദിയ സോഫിയ പള്ളിയെ കുറിച്ച് സംസാരിച്ചപ്പോഴും നിങ്ങളുടെ നാക്ക് പൊങ്ങിയോ? ഇതൊന്നും ഉണ്ടായില്ല. പകരം ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ അവർ തിരിച്ചറിയുന്നു. ഇനി താങ്കൾ പറഞ്ഞ മണിപ്പൂര്, ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂരിന് തൊട്ടടുത്ത സ്ഥലമാണ് സർ മിസോറാം. മിസോറാമിലും തെരഞ്ഞെടുപ്പ് സച്ചിൻ ബൽദേവ് തീർന്നിട്ട് ഈ അടുത്ത് ഈ 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ മുന്നണിക്ക് 5 MLA-മാരുണ്ടായിരുന്നു അവിടെ, ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടെ. ഇവിടെയൊക്കെ നിങ്ങളിപ്പോ പറയുന്നത് കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നാണ്. സർ, ഇതിന് തൊട്ടടുത്ത് ഇത് കണ്ടവരും അനുഭവിച്ചവരുമാണ്. അവിടെ 5 സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണിക്ക് 1 സീറ്റ്. കേൾക്കണം ബൽദേവ് സാർ, അതേ സംസ്ഥാനത്ത് BJPക്ക് 1 MLA ആയിരുന്നു ഉണ്ടായിരുന്നത്, അതും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവൻ. അവിടുത്തെ കൂട്ടമായ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രിസ്തവ വിഭാഗത്തിൽപ്പെട്ടവര് വോട്ട് ചെയ്ത് 7% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് 14%. ഈ സഭയിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ BJPക്ക് വേണ്ടി മത്സരിക്കാൻ വന്നു. എവിടെ? മിസോറാമിൽ. മണിപ്പൂരിന്റെ തൊട്ടടുത്ത് 2 MLA-മാരെ കിട്ടി. നിങ്ങൾ ഇവിടെ പെടുന്ന് കരഞ്ഞു പറയുമ്പോഴും യാഥാർത്ഥ്യം അറിയാവുന്ന ഈ രാജ്യത്തെ മണ്ണിനെ സ്നേഹിക്കുന്ന ജനത ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നു. ആ സമുദായത്തെ കുറിച്ച് അധിക്ഷേപിക്കുമ്പോൾ സജി ചെറിയാൻ എവിടെയായിരുന്നു? പാലാ ബിഷപ്പിനെ കുറിച്ച് തെറിയഭിഷേകം നടത്തിയപ്പോൾ, എന്റെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് അധിക്ഷേപിച്ചപ്പോൾ ഈ സജി ചെറിയാലെ ക്രൈസ്തവ വികാരം എവിടെയായിരുന്നു? മറിച്ച് ഇപ്പോ അദ്ദേഹത്തിന് ഉണ്ടായത് ഫീല് ചെയ്യുന്നത്
സഭാ അധ്യക്ഷന്മാരുടെ കുളിരല്ല, ചൊറിച്ചിലാണ് സജി ചെറിയാനുള്ളത്. തന്റെ ഗുണ്ടായിസം, തന്റെ തമ്മാടിത്തം, തന്റെ നാക്കിലെ ബൽദേവ് തന്നെ പറഞ്ഞ മാതിരിയില് സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ അദ്ദേഹം ചെയ്യുന്ന ശ്രമം ഇവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക. ഞാൻ ചോദിക്കുന്നു, ഒരു സഭയെ നിയന്ത്രിക്കാൻ അതിന്റെ അധ്യക്ഷന്മാരെടുക്കുന്ന തീരുമാനത്തെ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്കും എനിക്കും എന്താണ് സാർ അവകാശം? നിങ്ങളും പക്വമതിയായ മനുഷ്യനാണ്, ഞാനുമാണ്, സഭയുടെ അധ്യക്ഷന്മാരും അവരാണ്. വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനിയും പോവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചാൽ, കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചാൽ പോകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചാൽ ആ തീരുമാനമെടുക്കാനുള്ള വിവേചന ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് AKG സെന്ററിലെ തിട്ടൂരം ആവശ്യമില്ല. ഇന്നലെ വരെയുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭയല്ല ഇന്നവർ കാണുന്നത്. ഞാൻ അവരുടെ പ്രത്യേകിച്ച് അവരെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സച്ചിൻ ബൽദേവ്, നിങ്ങളുടെ ഈ ഭരണത്തിന് കീഴിൽ എന്റെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയില് പാലയിലെ ബിഷപ്പ്, പാലയിലെ ഇടവകയിൽപ്പെട്ട നിഷ്കളങ്കരായ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുങ്ങൾ, അവർ അനുഭവിക്കുന്ന ചില പച്ചയായ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ലാളിച്ച് വളർത്തി കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി വളർത്തിയ കുട്ടികളെ ഒറ്റിക്കൊണ്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടവർ ശത്രുപക്ഷത്ത് നിൽക്കുകയും ഭീകരവാദത്തിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ അവരെ അനുഭാവപൂർവ്വം കേൾക്കുന്നതിന് പകരം അവരെ അധിക്ഷേപിക്കുകയും അവരെ അപമതിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ തകർന്നു വീഴുന്നത് നാം ഇതുവരെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ച കേരളത്തിലെ ചില തനതായ സങ്കല്പങ്ങളാണ് സർ തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഭീഷണിയല്ല, ഇതിന് ഉചിതമായ ചില നടപടികൾ നിങ്ങൾക്ക് മുൻപോട്ട് വെക്കാനുണ്ടോ? സഭകളോടും മറ്റുള്ള വിഭാഗങ്ങളും ഒക്കെ തന്നെ സർ, അവർക്കും അവരുടേതായ ചിന്താധാരയും ചർച്ചയും തീരുമാനമെടുക്കാനുള്ള കെൽപ്പുമില്ലേ? അത്തരം ആളുകളെ വിമർശിക്കാൻ നമ്മൾ ആരാണ്? ഇനി അഭിപ്രായങ്ങൾ പറയാം മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഈ തരത്തില് കള്ള് കണ്ടപ്പോഴ്, മുന്തിരി കിട്ടിയപ്പോഴ് രോമാഞ്ചമുണ്ടായി, ഇത്തരം വാക്കുകൾ ഒരു സാംസ്കാരിക വകുപ്പിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നതാണോ? അത് തിരുത്തേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി. അവിടെയാ ഞാൻ പറയുന്നത്, കൊല്ലുന്ന മന്ത്രിക്ക് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നോ അല്ലെങ്കിൽ തിരിച്ചോ പറയുന്ന മാതിരിയില് ഇവിടെ പറ്റിയതാണ്. ഇതിനൊക്കെ കൂട്ടായിട്ടുള്ളത് ഒരേ സംസ്കാരമാണ്. MM മണി മുന്നോട്ട് വെക്കുന്നതും വാസവൻ മുൻപോട്ട് വെക്കുന്നതും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നതും അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ട ആളുകളെ തന്നെ അടക്കിയിരുത്തുമ്പോഴും ഒക്കെ ഒരുതരം ഏകാധിപത്യ പ്രവണതയിലേക്ക്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാതൃകയിലേക്ക് നിങ്ങൾ പോവുകയാണോ? അതിന് സച്ചിൻ ബൽദേവിനെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികളായ ആളുകൾ പോലും അവരെ തിരുത്തുകയോ അവരെ നേർവഴിക്ക് നയിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിന് ചൂട്ടുപിടിക്കുന്ന തരത്തിലായി പോകുന്ന വാക്കുകൾ കേരളത്തെ ഇനിയെങ്കിലും രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഘടകകക്ഷികളുടെ നിലപാടുകൾ ഒരു ഉപദേശമൊന്നുമല്ല, എന്റെ ഒരു അപേക്ഷയാണ്. ഇത് താങ്കൾ ഈ പറഞ്ഞ അഭിപ്രായം ഇടത് വേദിയിൽ പറയുകയും ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു മനുഷ്യരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വൃത്തികെട്ട സംസാരമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തല്ലുകൊള്ളിത്തരമാണ്, തെമ്മാടിത്തരമാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് എന്ന് തുറന്നു പറയാനും അത് തിരുത്തി ആ സഭയോട് മാപ്പ് പറയാനും തയ്യാറാവുകയല്ലേ ഉചിതം എന്ന് ഞാൻ എൻ്റെ ഇടത് സഹയാത്രികരോട് ചോദിക്കുന്നു. പിണറായിയെ ആരാണ് കൂടുതൽ പുകഴ്ത്തുന്നത്? ആരാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്നത്? ആരാണ് വാഴ്ത്തിപ്പാടുന്നത്? അവർക്ക് അർഹിക്കുന്ന പദവി കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ, വാസവന് തുറമുഖ വകുപ്പ് കിട്ടി. അതുപോലെ നമ്മുടെ സജി ചെറിയാനും ഒന്ന് ഇട്ട് നോക്കിയതായിരിക്കും, ഇത് കുത്തുവോ, പിണറായി കുത്തുവോ എന്ന് നോക്കിയതായിരിക്കും. ശ്രീ കെവിൻ പീറ്റർ, ഇവിടെ മണിപ്പൂരിലെ ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ചുള്ള ആശങ്ക അതാണല്ലോ സജി ചെറിയാൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രത്തോളം ആത്മാർത്ഥമായ നിലപാട് ഇവർ കൈക്കൊണ്ടിട്ടുണ്ട്? ഇപ്പോൾ ന്യൂനപക്ഷത്തിൽ പെടുന്നതാണെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രമാണ് അവർക്ക് താല്പര്യം. അത് നമ്മുടെ മുന്നിൽ അതിന് നിരവധി ഉദാഹരണങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ സർക്കാർ ഈ ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മണിപ്പൂരിലെ ക്രൈസ്തവരുടെ പിറകെയും അതുപോലെ ഈ സഭാധ്യക്ഷന്മാർ, മെത്രാന്മാർ അവർ എവിടെ പോകണം എന്ന കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കുന്നത് അതിന് ശേഷം പോരെ? അതല്ലേ നല്ലത്? ശരിക്കും ഇപ്പോ ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം ഇവര് ഇപ്പോ നമ്മുടെ ശ്രീ അഭയദേവ് പറഞ്ഞതുപോലെ, ബലദേവ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ, നോർത്ത് ഈസ്റ്റിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കറങ്ങി നടക്കുന്നതിന് മുമ്പായിട്ട്
കേരളത്തിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് നിലപാട് എന്താണെന്നൊന്നും, കാരണം ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനായിട്ടില്ല. ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വേണ്ടി ന്യായമായ കാര്യങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നു എന്ന് എടുത്തു കാട്ടാനായിട്ട് ഒന്നും തന്നെയില്ല. അത് മറക്കാനായിട്ട് ഉത്തരേന്ത്യയിലെ ചില സംഭവങ്ങൾ, നോർത്ത് ഈസ്റ്റിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മേൽ അതിന്റെ ചൂണ്ടുവിരൽ നിർത്തിക്കൊണ്ട് ഇവർ വീണ്ടും ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം തന്നെ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് ക്രിസ്ത്യൻ സമുദായത്തെ നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നീതിക്കൊപ്പം നിന്നിട്ടുള്ളത്? 80:20 എന്ന അന്യായ അനുപാതത്തിനെതിരെ ആരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്? എന്തായിരുന്നു സർവകക്ഷി യോഗത്തിൽ ഓരോ രാഷ്ട്രീയക്കാരുടെയും നിലപാട്? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം നിലപാട് എന്തായിരുന്നു? ആരാണ് ഹൈക്കോടതി വിധി അംഗീകരിക്കണം, ക്രിസ്ത്യാനികൾക്ക് ന്യായമായത് കൊടുക്കണമെന്ന് പറഞ്ഞത്? BJPയും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും മാത്രമാണ്, അല്ലേ? അതിൽ കണ്ണിൽ പൊടിയിടാനായിട്ടല്ലേ നിങ്ങൾ ഒരു ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചത്? അല്ലാതെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ പുറത്തു വിടുമായിരുന്നല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് സർക്കാർ അപ്പീലിന് പോകുന്ന ഒരു വളരെ വിചിത്രമായ ഒരു നിലപാടിലെ ഉണ്ടായ അമർഷത്തെ ലഘൂകരിക്കാനും അതിൽ കണ്ണിൽ പൊടിയിടാനുമായിട്ടാണ് ക്രിസ്ത്യാനികളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷൻ തന്നെ പ്രവർത്തനം തുടങ്ങാൻ തന്നെ 1 വർഷം എടുത്തു. അദ്ദേഹത്തിന് ഓഫീസ് പോലും ഇല്ലായിരുന്നു കുറെ കാലങ്ങളിൽ. ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. കാര്യം അത് ഒരു നടപടി എടുക്കുവാൻ വേണ്ടിയിട്ടല്ല, അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ടല്ല അത്തരത്തിലൊരു കമ്മീഷനെ നിയമിച്ചത്. അത് ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അങ്ങനെ ബഫർ സോൺ വിഷയത്തിൽ, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളും എല്ലാം ഒരു ഭൂരിഭാഗവും നഷ്ടപ്പെടുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ, അതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഒന്നും നിങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ന്യായത്തിനൊപ്പം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ കേരളത്തിൽ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നത്? ന്യൂനപക്ഷം മാത്രമാണ് ക്രൈസ്തവർ, എന്നാൽ അവർക്ക് കണ്ണ് തിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്രിസ്ത്യാനികളെ ആ കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കൂടെ ചേർത്തുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനകത്ത് ക്രിസ്ത്യാനിയെ പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു വിഭാഗത്തിന് മാത്രമാണ് കൊടുക്കുന്നത്. അതിലെ വിവേചനത്തെ തടയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പോയിക്കോട്ടെ, ഇപ്പൊ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ. നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഇടപെട്ടിട്ടുള്ളത്? ക്രിസ്ത്യൻസിനെ ബാധിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകുന്നു, ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു, മധ്യപ്രദേശിലേക്ക് പോകുന്നു. കോട്ടെ, നിങ്ങൾ കാസർഗോഡ് വിഷയമുണ്ടായി, പുൽക്കൂട് നശിപ്പിച്ചു, ബൈബിൾ കത്തിച്ചു. നിങ്ങൾ ശബ്ദിച്ചോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ടി ശബ്ദിച്ചോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മറ്റെത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. ഏതിലെങ്കിലും നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി, അതിനൊരു ന്യായമായ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശ്രമം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു തരത്തിലും ഒരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉത്തരേന്ത്യയിലെ കാര്യങ്ങളും ഗ്രഹാം സയൻസിന്റെ കാര്യങ്ങളും ഇപ്പോൾ ഒരു മണിപ്പൂർ കിട്ടിയിരിക്കുന്നു, അതിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഡ്ഢികളാക്കി ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഇവരുടെ ചിന്ത. അതിന് ഒരു ഭംഗം വന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സജി ചെറിയാന് വേദന വന്നത് എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളുടെ കുഴിയിലിടാൻ കുന്തിരിക്കം വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര നേതാക്കളാണ് അതിനെ എതിർത്തത്? ആ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയകാര്യ സംഘടനയായ SDP-യുമായി നിങ്ങൾ എത്ര പഞ്ചായത്തിൽ കൂട്ടുഭരണം നടത്തുന്നുണ്ട്? അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കണ്ടതല്ലേ? ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പാണ്. ഞങ്ങളെ സഹായിക്കാൻ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കുക്കി ആർമിയോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ആരും വരില്ല. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനി പഴയതുപോലെ സാധിക്കില്ല. ഞങ്ങൾക്ക് മുന്നിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ആര് തയ്യാറാവുന്നുവോ, അതിനോട് ആര് അനുഭാവം കാണിക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. താങ്കൾ ബലദേവ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇതിനൊപ്പം നിൽക്കണമെന്നില്ല. പക്ഷെ എല്ലാവരുടെ തലയിലും വെളിച്ചം കയറി തുടങ്ങിയിരിക്കുന്നു. അത് കാരണക്കാർ ഈ പറയുന്ന സജി ചെറിയാനെ പോലുള്ളവർ തന്നെ അതിന് നിമിത്തമായി മാറുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും ഏറ്റവും അവസാനം നിങ്ങൾ കണ്ടതല്ലേ ഹമാസ് വിഷയത്തിൽ? ഹമാസിന്റെ നേതാവ് പറയുന്നു, ഇസ്രായേൽ മാത്രമല്ല ലോകം മുഴുവൻ ഞങ്ങൾ ഇസ്ലാമിന് കീഴിലാക്കുകയാണ് ഞങ്ങളുടെ അത്യന്തികമായ ലക്ഷ്യമെന്ന് ഹമാസിന്റെ നേതാവ് പറഞ്ഞ് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യവുമായി നിങ്ങൾ രംഗത്തിറങ്ങി.
ഇവിടെ മലയാളികളായ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. ആ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അവരുടെ സുരക്ഷിതത്വത്തെക്കാൾ വലുത് നിങ്ങൾക്ക് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് മണിപ്പൂർ വിഷയത്തിൽ പറയാനായിട്ട്? ഒക്ടോബർ 7 ഇസ്രായേലിൽ ബോംബ് ഷെല്ലിങ്ങിൽ അത് കൊല്ലപ്പെട്ട ആ യുവതിയുടെ സൗമ്യയുടെ വീട്ടിൽ പോലും പോവാൻ ഇവർ തയ്യാറായിരുന്നില്ല. എന്നിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ പ്രേമമായിട്ട് വരുന്നത്. അതെ, സൗമ്യയുടെ വീട്ടിൽ പോവാൻ അതിനെതിരെ ഹമാസ് ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് എഴുതിയ ആദ്യ ഫേസ്ബുക്ക് നിലപാടിൽ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ, മതമൗലികവാദികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ അത് തിരുത്താൻ തയ്യാറായവരാണ്. ഒരു വർഷം കഴിഞ്ഞു 21 സൗമ്യ കൊല്ലപ്പെട്ടു. 23 ആയപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഭീകരവാദികളെന്ന് എഴുതാനെങ്കിലും തയ്യാറായവർ ഇന്ന് പ്രത്യക്ഷത്തിൽ അവർക്ക് വേണ്ടി നിരത്തുകളിൽ ഐക്യദാർഢ്യ പ്രകടനവുമായി ഇറങ്ങിയിരിക്കുന്നു. ആ മാറ്റം നാം കാണാതെ പോകരുത്. അപ്പൊ ആ മാറ്റത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഉത്തരേന്ത്യയും നോർത്ത് ഈസ്റ്റിലേക്കൊന്നും ഞങ്ങൾക്ക് നോക്കാൻ താല്പര്യമില്ല തൽക്കാലം. അത് അവിടെ പരിഹരിക്കാൻ അവിടെ ഗവൺമെന്റ് ഉണ്ട്. അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൽ വിധി എഴുതാനുള്ള കഴിവുണ്ട്. ആ വിധിയെഴുത്താണ് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ, ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ, കേട്ടതേ വിശ്വസിക്കാൻ പാടുള്ളൂ, കണ്ടത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല. അവിടെ വിധി എഴുതാൻ ഞങ്ങൾക്ക് കഴിവുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിന് ബോധവും ബുദ്ധിയും ഉണ്ട്. അവർ അവിടെ വിധി എഴുതിക്കോളും, അവരുടെ നേരിട്ടോളും, അവരവിടെ പ്രതിഷേധിച്ചോളും. ഞങ്ങൾ കേരളീയർക്ക് മുന്നിലുള്ള വിഷയം ഞങ്ങളുടെ നിലനിൽപ്പാണ്, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളാണ്, ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പൂർവികർ ഇവിടെ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അവരെ സഹായിക്കാൻ ഞങ്ങൾ തുടർന്ന് തയ്യാറാവും. അതിൽ വെളുപ്പുകൊണ്ട് ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള സംസാരവുമായി മുന്നോട്ട് വന്നതുകൊണ്ടൊന്നും അതിനി മാറുവാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഭയപ്പെടുത്തി, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചൈനയൊന്നുമല്ല. പാർട്ടി കോടതിയും പാർട്ടി അന്വേഷണവും ഒക്കെ വെച്ചുകൊണ്ട് വരുതിയിലാക്കാമെന്ന് കരുതരുത്. ആ കാലഘട്ടം മാറി വരികയാണ്. ഇപ്പൊ പാർട്ടി നിഘണ്ടുവും വന്നിരിക്കുന്നു, പുതിയ പുതിയ വാക്കുകൾ, പ്രയോഗങ്ങൾ.